ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയതോടെ ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് റെക്കോർഡ് നിരക്കിലെത്തി. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 91.18 എന്നീ നിലയിലാണ് ബുധനാഴ്ച രേഖപ്പെടുത്തിയത്. ഇതോടെ ദിർഹമിന് 24.84 രൂപ വരെ കഴിഞ്ഞ ദിവസം വിനിമയ നിരക്ക് ലഭിച്ചു. രൂപയുടെ മൂല്യം വീണ്ടും കുറയുകയാണെങ്കിൽ ദിർഹമിന്റെ വിനിമയ നിരക്ക് 25 രൂപയുടെ മുകളിലേക്ക് എത്തുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. വിനിമയ നിരക്ക് വർദ്ധിച്ചതോടെ പ്രവാസികൾക്ക് പണം അയക്കാൻ മികച്ച അവസരമാണ് കൈവന്നിരിക്കുന്നത്. ചില ഓൺലൈൻ ആപ്പുകൾ വഴി കഴിഞ്ഞ ദിവസം വിനിമയ നിരക്ക് 24.90 മുകളിൽ ലഭിച്ചിട്ടുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ വിനിമയ നിരക്കും സമാനമായ വർധനയാണ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ മാസം മുതൽ വിവിധ ഘട്ടങ്ങളിലായി രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഗോള വിപണിയിലെ മാറ്റങ്ങളും യുഎസിന്റെ താരിഫ് ചുമത്തൽ അടക്കമുള്ള നടപടികളും രൂപയുടെ മൂല്യത്തെ ബാധിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഡോളർ ആവശ്യകത വർദ്ധിച്ചതും ആഗോള വിപണിയിൽ നിലനിൽക്കുന്ന ആശങ്കകളും രൂപയെ ബാധിച്ചതായും വിലയിരുത്തപ്പെടുന്നു. ഇതിനു പുറമെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്കും വിപണിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ ആഗോള വ്യാപാര മേഖലയിൽ വീണ്ടും ആശങ്ക വിതച്ചിട്ടുണ്ട്. അമേരിക്കൻ നിലപാടിനെതിരായി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്തണമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതിനെ തുടർന്ന് ആഗോള വിപണിയിൽ നിലനിൽക്കുന്ന അസ്ഥിരതയാണ് രൂപയുടെ മൂല്യത്തിൽ പ്രതിഫലിച്ചതെന്നും വിശദീകരിക്കപ്പെടുന്നു. ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രാൻഡ് ക്രൂഡിന്റെ വില ബാരലിന് $64 മുകളിലാണുള്ളത്. $60 ഉണ്ടായിരുന്ന ക്രൂഡ് വിലയാണ് ഓരോ ദിവസവും വർദ്ധിക്കുന്നത്. ഇതിനു പുറമെ ഓഹരി വിപണിയും നഷ്ടത്തിലായതോടെയാണ് വിദേശ നിക്ഷേപത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്ക് തുടങ്ങിയത്.